സാക്ഷ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഇതിലെന്താണെന്ന് അറിയില്ല. ഖദീജ ബുക്ക് നെയിം, സോറി ഞാൻ അങ്ങനത്തെ ബുക്കൊന്നും വായിക്കൂല, ഇത് ടെക്സ്റ്റ് ബുക്കാണ് മിസ്റ്റർ. MK വേൾഡ് ഹായ്. അയ്യോ ഇന്ന് എനിക്കിങ്ങനെ കണ്ടില്ലല്ലോ. ചന്ദ്രൻ PP ഹലോ. ഈ എന്താ പഠിക്കുന്നത്? ഞാൻ പഠിക്കുന്നത് എന്തായിരുന്നു? ക്ലിനിക്കൽ ഒബ്സ്ട്രറ്റിക്സ്. സുഖമാണ് ചന്ദ്രൻ PP. ചന്ദ്രൻ PP അയ്യോ അയാളെ നമ്മളെ അയ്യോ ലീവിലുള്ള പോലെ ഭൂമിക്കല്ലയുടെ ആൻസർ ഞാൻ പറയണ്ടേ, ഇതിലാവുമ്പോൾ എന്താ വേണ്ടത്? സലാം പോട്ടെ, ഓക്കെ ഡൺ. ഇൻട്രസ്റ്റിംഗ് ആണല്ലേ? ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് വൈവ് എനിക്ക് തീരെ എന്താ കഴിക്കില്ല. എക്സാം ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ പാസ്സാവും, പക്ഷെ എനിക്ക് വൈവ് അതേപോലെ ഒരു ബെഡ് സൈഡാണ് ഒരു പരിപാടിയുണ്ട്. ഈ പേഷ്യൻറ്റും ഈ എക്സാമും നമ്മൾ മാത്രം. എന്നിട്ട് ഇതിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും പേഷ്യൻറ്റിനെ കുറിച്ചാണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടെ ചെന്നിട്ട് കാണുന്ന പേഷ്യൻ്റ് ആയിരുന്നു, ഫസ്റ്റ് ടൈം കാണേക്കാരെ പേഷ്യൻ്റ് ഒന്നും അറിയണ്ടാവില്ല അയാളെ കുറിച്ചൊന്നും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊരു ആയി പോകുന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതൊക്കെയാണ് എനിക്കൊരു ടെൻഷൻ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് PGക്ക് പോകാൻ പേടിയാണ്. അതിന് ബെഡ് സൈഡ് ഉണ്ട്, ബെഡ് സൈഡുള്ള എനിക്ക് ടെൻഷൻ. മറ്റേത് പറഞ്ഞാൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ നമ്മളൊന്നും പറയാനില്ല, പൊക്കോന്നേ പറയുള്ളൂ. ആൻസർ ആ ടൈമിൽ ഓർമ്മ വരുന്നതല്ല, ടെൻഷനായി പോകും നമ്മൾ പെട്ടെന്ന്. സിംറ്റംസ് ഈ ഒരു പേഷ്യൻ്റ് അവിടെ ഉണ്ടാകും. എന്നിട്ട് ഇയാളോട് നമ്മൾ കംപ്ലീറ്റ് ചോദിച്ചിട്ട് എക്സാമിനേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് നമ്മൾ മെഡിസിനും കൊടുത്ത് നിർത്തണം. എന്നിട്ട് എക്സ്റ്റേണൽ വരും, എന്നിട്ട് ചോദിക്കും വാട്ട് ഈസ് യുവർ ഡയഗ്നോസിസ്. അപ്പോൾ നമ്മൾ പേപ്പറിൽ അതുപോലെ എഴുതിയിട്ടുണ്ടാവാം. എന്നിട്ട് ഇയാൾ പേപ്പർ മേടിക്കും, എന്നിട്ട് നമ്മൾ എഴുതിയ A to Z കാര്യങ്ങൾ ഇയാൾ പേഷ്യൻറ്റിനോട് ചോദിക്കും. അപ്പോൾ ഈ പേഷ്യൻ്റ് അതിൽ എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റെഡ് മാർക്ക് വന്നേ. പിന്നെ മെഡിസിൻ ചിലപ്പോൾ നമ്മൾ കൊടുത്ത മെഡിസിൻ ആവില്ല അയാൾക്ക് തോന്നിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത മെഡിസിൻ തെറ്റായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾ എന്തുകൊണ്ടാണ് ഈ മെഡിസിൻ കൊടുത്തത്, അതിലേറെ നല്ലത് ഇതല്ല, എന്തുകൊണ്ട് ഈ ഡോസ് കൊടുത്തു, എന്തുകൊണ്ട് ഇത്ര തവണ റിപ്പീറ്റ് ചെയ്യാൻ കൊടുത്തു, അങ്ങനെ ചടപ്പിക്കും. അതന്നെ, ചിലവർ ചടപ്പിക്കും, ചിലവർ ചടപ്പിക്കൂല, അതാണ് പ്രശ്നം. അപ്പോൾ എനിക്കതാണ് പേടി, ചടപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ചടപ്പായില്ലേ. സമീർ പൂളമണ്ണ ഹായ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ എക്സാമിൻ്റെ പ്രാക്ടിക്കലിൻ്റെ ഒരു അവസ്ഥ. തിയറി ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതും, എന്തും എഴുതാം, ആരും ഒന്നും ഫ്രണ്ടിൽ കുത്തിരിക്കണമെന്നില്ലല്ലോ. പിന്നെ വൈവക്ക് പറഞ്ഞാൽ ഒന്നും പറയാനൊന്നും പറ്റൂല, അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ നമ്മൾ പുച്ഛിക്കുന്നത് എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു. ചിലവർ പക്ഷേ ഭയങ്കര മെൻ്റൽ ട്രോമ നമ്മളങ്ങനെ ഇതാക്കും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എത്ര കാലം എഴുതുമെന്നും അറിയൂല, അങ്ങനെയൊക്കെ ചോദിച്ചാൽ മനസ്സിലായോ. എൻ്റെ എൻജിനീയറിങ് എത്ര സുന്ദരം, അതാണ് എല്ലാവർക്കും ലൈഫ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇതിപ്പോൾ ചിലപ്പോൾ ഭയങ്കര സ്മൂത്തായിട്ട് പോകും. ചില എക്സ്റ്റേണൽസ് ഭയങ്കര പാവേക്കാരം. അപ്പം നമുക്ക് അതിലാന്ന് പറഞ്ഞാൽ ചിലവർ ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ തെറ്റ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, തെറ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇത് അങ്ങനെയല്ല കേട്ടോ, അതാണ് കേട്ടോ അത് എന്ന് പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഓക്കെ. പക്ഷേ ചിലർ ഭയങ്കരമായിട്ട് നമ്മൾ ഇറിറ്റേറ്റ് അല്ല, അവർ ഭയങ്കര പുച്ഛിച്ചാണ്ട് എന്തൊക്കെയോ പറയുന്ന മൂഡ്. അപ്പം നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യൂലേ, അതിനുള്ളൊരു പേടി. അപ്പം അത് ചിലപ്പോൾ നമുക്കൊരു മെൻ്റൽ ട്രോമ വരെ ഉണ്ടാക്കാലോ, ആ ഒരു പേടി കേട്ടോ. അല്ലാതെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ലാതെ ഒരു ഒന്നിന് ആൻസർ പറഞ്ഞില്ല, രണ്ടെണ്ണത്തിന് ആൻസർ പറഞ്ഞില്ല എഴുതിയാണ് ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കണം, അങ്ങനെ ഒരു ക്യാരക്ടറൊന്നുമല്ല. അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയില്ല, പക്ഷേ ഈ ഒരു മെൻ്റൽ ട്രോമ എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ, അത്രേ ഉള്ളൂ. നല്ലതാണ്, നോ വറീസ്. ചില്ല് ഹായ് ചില്ല്. നാളെ ടഫായ ഞാൻ അങ്ങനെയൊന്നും പറയും. ഞാൻ അങ്ങനെ എൻ്റെ ലൈഫിൽ വരുന്ന ഒരു കാര്യത്തിന് ഒരാളെ മേത്തിക്കിടുക അങ്ങനെയൊന്നുമില്ല. നമ്മളെ ലൈഫിൽ എന്താണോ സംഭവിക്കുക അത് പഠിച്ചാൽ നമ്മളെ ലൈഫിൽ എപ്പോഴും വിരിച്ച് വെച്ചതാണ്. ഞാൻ അങ്ങനെ എഴുതാറുള്ളൂ. അതുകൊണ്ട് അത് ഈ പേടിക്കണ്ട. അങ്ങനെയൊന്നും ഞാൻ പറയില്ല, അങ്ങനെ ഒരു വ്യക്തിയല്ല ഞാൻ കേട്ടോ. ഇപ്പം നാളെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിൻ്റെ വിധി, അത്രേ ഉള്ളൂ.